നമുക്കെല്ലാവർക്കും അറിയാം കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണെന്നുള്ളത്. ആഹ് അത് സുവിശേഷങ്ങളിലുടനീളം നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. സുവിശേഷത്തിൽ മാത്രമല്ല, വേദപുസ്തകത്തിലുടനീളം അതിനേക്കാളൊക്കെ ഉപരി നൂറ്റാണ്ടുകളായി ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെ കണ്ടിട്ടുള്ള ഓരോ പ്രിയപ്പെട്ടവരിലും അതൊരു വെളിച്ചമായി അത് തുടർന്നു പോരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ വെളിച്ചമാണ് ഇന്ന് രാത്രി നമ്മളെയും ഇങ്ങനെ കൂട്ടിവരുത്തുകയും ദൈവസന്നിധിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാനൊക്കെ ദൈവം ഒരുക്കുന്ന, അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് തന്നെ പറയാറുണ്ടല്ലോ. ഇനി നമ്മൾ ബൈബിളിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ നമുക്ക് സുവിശേഷങ്ങൾ അറിയാം. യേശു കർത്താവിന്റെ ജീവിതത്തെയും വാക്കുകളെയും പ്രവൃത്തികളെയും ഒക്കെ വിവരിക്കുന്നതിനാണ് സുവിശേഷങ്ങൾ എഴുതിയതെന്ന് നമുക്കറിയാം. നമ്മൾ അതിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുകയും ആദ്യമായിട്ട് സുവിശേഷങ്ങളിൽ നിന്നാണല്ലോ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചും മുന്നോട്ടൊക്കെ പോകുന്നത്. ഇനി ഈ സുവിശേഷങ്ങളുടെ പ്രധാന ഉദ്ദേശങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ എന്റെ സന്ദേശത്തിൽ കടപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ അവന്റെ നാമത്തിൽ അവർക്ക്, വായനക്കാർക്ക് അല്ലെങ്കിൽ കേൾവിക്കാർക്ക് ആ ഒരു ലഭിക്കുക, അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കുക, അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കുമെന്നുള്ള ആ അറിവ് അതിന്റെ വായനക്കാർക്ക് പകർന്നു നൽകുക എന്നതാണ് ഈ സുവിശേഷങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നല്ലോ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതിലൂടെ, വിശ്വസിക്കുന്നതിലൂടെ ഒരു നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് ഈ സുവിശേഷങ്ങളിൽ കൂടെ ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യം. പിന്നെ സുവിശേഷം വെറും ഒരു ചരിത്രമല്ല. നമുക്കറിയാം, ഒത്തിരി ചരിത്ര പുസ്തകങ്ങളുണ്ട്, ഒത്തിരി ബയോഗ്രാഫികളുണ്ട്, അനേകം ആൾക്കാരെ ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്ന, ഒത്തിരി ഉത്തേജിപ്പിക്കുന്ന ചരിത്രങ്ങളും അത് നിമിത്തം അത് ക്രിസ്തീയ സഭാചരിത്രത്തിലുമുണ്ട്, അതല്ലാതെ തന്നെ ഫിലോസഫേഴ്സിന്റെ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു വെറും ചരിത്രമല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള പഴയ നിയമ പ്രവചനങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളിലും ജീവിതങ്ങളിലും പൂർത്തീകരിക്കുന്നത്, അത് വിശദീകരിക്കുകയും മനുഷ്യ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ആ പ്രാധാന്യത്തെയും വിവരിക്കുന്ന കഥാരൂപത്തിലുള്ള ഒരു ദൈവശാസ്ത്ര പ്രഭാഷണമാണ് ഈ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതായത് സുവിശേഷങ്ങളാകട്ടെ ലേഖനങ്ങൾ ഞാൻ കുറച്ച് കാണുകയല്ല, പക്ഷേ ഞാൻ സുവിശേഷത്തിൽ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ രാമൂഹത്തിലൂടെ കടന്നു പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ സുവിശേഷങ്ങളെ ശിഷ്യത്വത്തിന്റെ മാന്വൽ എന്നും വിശേഷിപ്പിച്ച് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രസംഗിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ശിഷ്യത്വത്തിന്റെ മാന്വൽ എന്നും സുവിശേഷത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ സുവിശേഷങ്ങൾ ക്രിസ്തുവിന്റെ അനുയായികൾക്ക് വഴികാട്ടികളായി പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, മാന്വൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണല്ലോ, ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ അനുയായികൾക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിനെ ഒരു മാനുവൽ എന്ന് പറയാം. അതുപോലെ യേശുവിന്റെ ജീവിതത്തെ അനുകരിക്കാൻ ഒരു മാതൃകയെ എടുത്തു കാണിക്കുന്നതും നമുക്ക് ഈ സുവിശേഷങ്ങളെ തന്നെയാണ്. ഇനി എല്ലാ സുവിശേഷങ്ങളും യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾക്ക് തന്നെയാണ് ഊന്നൽ കൊടുക്കുന്നത്. നമുക്കറിയാം, 4 സുവിശേഷം എന്തിനാ പല ഒരേപോലെ, ഏകദേശം ചിലതൊക്കെ വായിക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ തോന്നുന്നു, ഒരേ അത്ഭുതങ്ങൾ അവിടെയുണ്ട് ഇവിടെയുമുണ്ട്, എന്തിനാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന, ആവർത്തന വിരസതയല്ല എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ എല്ലാ സുവിശേഷങ്ങളും യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളെ തന്നെ ഊന്നൽ നൽകുന്നതിനൊപ്പം തന്നെ സുവിശേഷങ്ങൾ യേശുവിനെ കുറിച്ചുള്ള വസ്തുത അറിയിക്കുന്നതിലൂടെ വായനക്കാരുടെയും കേൾവിക്കാരുടെയും ഒക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഒക്കെ ഒപ്പം തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങൾ നമുക്ക് നൽകുവാൻ ഈ 4 സുവിശേഷങ്ങൾ നൽകുന്നുണ്ട്. അതായത് വായനക്കാർക്ക് ഒന്നിലധികം വീക്ഷണങ്ങൾ നൽകുവാൻ സുവിശേഷത്തിന് കഴിയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ സുവിശേഷം അല്ലെങ്കിൽ ഇത് വായിക്കുന്നതിലൂടെ, ഇത് ഗ്രഹിക്കുന്നതിലൂടെ, ഇത് വിശ്വസിക്കുന്നതിലൂടെ മനുഷ്യരിലെ പാപത്തിന്റെ അടിമത്തം ഇല്ലാതാക്കുന്നതിലേക്കും ദൈവത്തിന് പ്രസാദമുള്ളവരാക്കുന്നതിലേക്കും ആ സുവിശേഷങ്ങൾ നയിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ 2000 വർഷങ്ങളിലെ അതൊരു ചരിത്രമായി സഭാചരിത്രമുണ്ട്. വ്യക്തികളുടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തീയ സഭാചരിത്രത്തിലുള്ള വ്യക്തികളുടെ ഒക്കെ വ്യക്തി ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ഇനി 4 സുവിശേഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മത്തായിയുടെ സുവിശേഷം യഹൂദന്മാരായ പ്രേക്ഷകരെ മാത്രം, അല്ലെങ്കിൽ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട വരുവാനുള്ള മെഷിഹായ യേശുവിനെ പരിചയപ്പെടുത്തുന്നു. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഓടിച്ച് പറഞ്ഞു പോകട്ടെ. മർക്കോസിന്റെ കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ യേശു അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന് പറയുന്നത് മെഷിഹായും ദൈവപുത്രനുമാണെന്ന് റോമാക്കാരായ വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നതാണ് അത് ഇടുന്നത്. അങ്ങനെയാണ് അതിന്റെ അനുമാനങ്ങളൊക്കെ പോകുന്നത്. ലൂക്കോസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് കുറെ കൂടെ ക്രമാനുഗതമായി അല്ലെങ്കിൽ കുറെ കൂടെ ക്രമീകൃതമായ നിലയിലാണ് അതെല്ലാം അറേഞ്ച് ചെയ്ത് കളക്ട് ചെയ്ത് വ്യത്യസ്തമായ ഒരു നിലയിലാണ് ലൂക്കോസിന്റെ സുവിശേഷം കാണുന്നത്. അത് എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ള രക്ഷകനായി യേശുവിനെ അവതരിപ്പിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കുറെ കൂടെ വ്യത്യാസമുണ്ട്. ഈ 3 സുവിശേഷങ്ങളൊക്കെ കുറെ കൂടെ വ്യത്യാസത്തിൽ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷമാണ്. അവിടെ യേശുവിന്റെ ദൈവത്വത്തെയാണ് പ്രധാനമായും പരിചയപ്പെടുത്തുന്നത്. കുറച്ചുകൂടിയൊക്കെ ഒരു ഉയർന്ന തലത്തിൽ എന്ന പോലെയാണ് യോഹന്നാന്റെ സുവിശേഷം. ഞാൻ എന്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ ട്രാക്റ്റുകളും അതുപോലെയുള്ള ചെറിയ സുവിശേഷ പ്രതികളൊക്കെ വിതരണം ചെയ്യുമ്പോൾ പ്രധാനമായും വിതരണം ചെയ്തിരുന്നത് യോഹന്നാന്റെ സുവിശേഷമായിരുന്നു.
ബൈബിളിൽ ഒരു കുഞ്ഞു പ്രതി എന്ന നിലയിൽ അനേകർക്ക് വിതരണം ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തെ തന്നെ തെരഞ്ഞെടുത്ത് എന്നുള്ള ദൈവദാസന്മാർ ദൈവഭക്തന്മാരൊക്കെ അനേകർക്ക് വിതരണം ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ പുസ്തകം ആദ്യമേ ഞാൻ അങ്ങനെ പുസ്തകം കാണുന്നു, യോഹന്നാന്റെ സുവിശേഷം എന്നുള്ളൊരു ബുക്കായിരുന്നു. അത് കുറച്ചുകൂടെ കുറെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ഒരു പുസ്തകമാണെന്ന് അറിയാം. അല്ലെങ്കിൽ ദൈവത്തിന് അല്ലെങ്കിൽ കുറെ കൂടെ ദൈവശാസ്ത്രപരമായ ചില പ്രസ്താവനകളും നിർവചനങ്ങളും ഒക്കെ അതിന്റെ 1 മുതലുള്ള അധ്യായങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം ദൈവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുള്ള അങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ അതൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമുക്ക് പ്രധാനമായി കാണാൻ കഴിയുന്നത്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, അങ്ങനെയുള്ള ഒത്തിരി പ്രസ്താവനകൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അതിലൊരു വാക്യം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. നമുക്ക് വളരെ പരിചിതമായ ഒത്തിരി തവണ പ്രസംഗം കേട്ടിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനഃപ്പാഠമായിട്ട് അറിയുന്ന ഒരു വേദഭാഗമാണല്ലോ. ഈ വേദഭാഗത്ത് യേശുക്രിസ്തു തന്നെ തന്നെ ലോകത്തിന്റെ വെളിച്ചം എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ അതിലൂടെ വെളിപ്പെടുന്നത് താൻ ആത്മീയ സത്യവും മാർഗനിർദ്ദേശവുമാണെന്നും കൂടാതെ യേശുക്രിസ്തു നിത്യജീവൻ നൽകുകയും ചെയ്യുമെന്നുള്ളതാണ്. അതിന്റെ ആ വാക്യത്തിന്റെ ഡയറക്റ്റ് മീനിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ നമ്മൾ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വന്ന് ജീവന്റെ വെളിച്ചത്തിലേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആ വെളിച്ചം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വെളിച്ചത്തിന്റെ ഉറവിടം എന്ന നിലയിൽ യേശു കർത്താവ് ഒരു സത്യത്തിന്റെ ഉറവിടം കൂടിയാണ്. ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നുള്ള പ്രസ്താവന നമുക്കറിയാം. അതൊരു സത്യത്തിന്റെ ഉറവിടം കൂടി തന്നെയാണ് യേശു കർത്താവ്. അങ്ങനെ കാരണം ഈ വെളിച്ചം അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്നവരിൽ ഒരു വ്യക്തതയും ദിശാബോധവും നൽകിക്കൊണ്ട് അവരുടെ ജീവിതപാതയെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളത് ഈ 2 കാര്യങ്ങൾ, സത്യവും വെളിച്ചം എന്നുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവനെ അനുഗമിക്കുന്നവർ, കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ഒരിക്കലും ഇരുട്ടിൽ നടക്കില്ല എന്നുള്ള ശ്രേഷ്ഠമായ വാക്തത്വവും ഈ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാറുണ്ട്, നിരാശകൾ വരാറുണ്ട്, ചില സന്ദർഭങ്ങളിലൊക്കെ ആത്മീയ മന്ദതകളും കുറവുകളും ഒക്കെ നമുക്ക് വരാറുണ്ട്. അവിടെയൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ വാഗ്ദത്തമാണ് നമ്മുടെ ജീവിതത്തെ വീണ്ടും പ്രകാശിപ്പിക്കുവാൻ, അത് നിത്യമായ പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ നിത്യമായ ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ വീണ്ടും കൊണ്ടെത്തിക്കുവാൻ തീർച്ചയായിട്ടും ഇപ്പോഴും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമായി നമ്മളോട് കൂടിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ വാഗ്ദത്തം കൂടെ നമുക്ക് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം അതുപോലെ കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് തന്റെ അടുക്കൽ വന്ന കുരുടന്മാരായ ചിലർക്ക് കാഴ്ചശക്തി നൽകിയിരുന്നു, പലരെയും അവൻ സൗഖ്യമാക്കിയിരുന്നു. അതുപോലെ ഒരു അത്ഭുത സൗഖ്യമാക്കലിനെ യോഹന്നാൻ വിവരിക്കുന്നതിന് തുടർന്നുള്ള അടുത്ത 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ അത്ഭുത സൗഖ്യത്തിന്റെയും അതിനോട് ബന്ധപ്പെട്ടുള്ള ചില സംഭവങ്ങളെയും ആണ് ആ മുഴുവൻ അധ്യായത്തിൽ, അല്ലെങ്കിൽ ഒരു വലിയ അധ്യായം മുഴുവൻ ഒരു വ്യക്തിയുടെ സൗഖ്യത്തെക്കുറിച്ച്, ഒരു കണ്ണ് കാണാത്ത ഒരു വ്യക്തിയുടെ സൗഖ്യത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ ഞാൻ അതിന്റെ ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശുവിൻ, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കാണുന്നവനായി മടങ്ങി വന്നു. നമുക്ക് പരിചിതമായ ഒരു അത്ഭുതമാണ്, അല്ലെങ്കിൽ ഒരു സൗഖ്യമാക്കുന്ന ഒരു സംഭവമാണ് സുവിശേഷത്തിൽ നിന്നുള്ള ഈ ഭാഗം ഞാൻ വായിച്ചത്. നമുക്കത് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഈ അത്ഭുത സൗഖ്യത്തെ തുടർന്നുണ്ടാകുന്ന ചില സംഭവങ്ങൾ കൂടി നമുക്ക് തുടർന്ന് കാണുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതിന്റെ 41 വാക്യങ്ങളോളമുള്ള ആ മുഴുവൻ പുസ്തകം മുഴുവൻ ഈ ഒരു വ്യക്തിയെയും ഈ അത്ഭുതത്തെ തുടർന്നുള്ള ചില തർക്കങ്ങളും ഒക്കെ അതിനെ പ്രതിപാദിച്ചാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ യേശു ശാരീരിക അന്ധതയെ മാത്രമല്ല ആത്മീയ അന്ധതയെയും സുഖപ്പെടുത്തുന്നു എന്നാണ് ഈ സംഭവങ്ങൾ, തുടർച്ചയായിട്ടുള്ള ഈ സംഭവങ്ങൾ നമ്മെ അറിയിക്കുന്നത്. അതുകൂടാതെ മറ്റുള്ള സുവിശേഷങ്ങളിലൊക്കെ വ്യത്യസ്തമായി നമുക്കറിയാം, ഞാൻ മുമ്പ് കുറെ കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത്ഭുതങ്ങളെ അടയാളങ്ങളായിട്ടൂടെ വിശദീകരിക്കുന്നുണ്ടത് അല്ലെങ്കിൽ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത്
മറ്റുള്ള സുവിശേഷങ്ങൾ കേവലം ഒരു അത്ഭുതം നടന്നു, അത്ഭുതം കഴിഞ്ഞ് അതൊരു അവരുടെ പോയി. നമുക്കറിയാം ചില അത്ഭുതങ്ങളൊക്കെ ഇറങ്ങി, അല്ലെങ്കിൽ പത്രോസിന് അത്ഭുതകരമായ ഒരു മീൻ കിട്ടി, ഒക്കെ പത്രോസിന്റെ ലാഭം എന്ന് പറയുന്ന രീതിയിലൊക്കെയുള്ള കുറെ അത്ഭുതങ്ങളെ അവിടെ വിവരിക്കുമ്പോൾ യോഹന്നാൻ കുറച്ചുകൂടിയൊക്കെ, തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരുതൽ എന്നുള്ള ആശയം അവിടെ ഉണ്ട്, ഞാനത് അറിയാതെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം കടന്നു വരുമ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തമായി, അതായത് ഓരോ അടയാളങ്ങൾ വിശദീകരിക്കുന്നതിലൂടെ അത് പ്രത്യക്ഷത്തിൽ പ്രയോജനപ്പെടുന്നവർ കൂടാതെ സകലർക്കും അത് പ്രയോജനപ്പെടുന്നു കൂടി യോഹന്നാൻ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണ് യോഹന്നാൻ അത്ഭുതങ്ങളെ ഒരു അടയാളമായിട്ട് തന്റെ സുവിശേഷത്തിലുടനീളം വിശദീകരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ആ സംഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് നടന്നു പോകുമ്പോൾ അവർ അന്ധനായ ആ മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യൻ അവരുടെ മുന്നിൽ വരുമ്പോൾ ആ മനുഷ്യന്റെ രോഗത്തെയും പാപത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ചില സംശയങ്ങൾ തുടർന്ന് യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നതാണ്. നമ്മൾ ആ ഭാഗം വായിച്ചു കേട്ടല്ലോ. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ഇവിടെ ശിഷ്യന്മാർ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം, അന്ന് പരീക്ഷന്മാരോടുള്ള തർക്കങ്ങൾ നമുക്കറിയാം. 8-ാം അധ്യായം മുഴുവൻ അത് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആ പരീക്ഷന്മാരോടുള്ള തർക്കങ്ങളിൽ അവരുടെ പാപത്തെക്കുറിച്ച് യേശു ഒത്തിരി കാര്യം പറഞ്ഞിട്ട്, അവരുടെ പാപത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയാണ്, ഈ നിൽക്കുന്ന മനുഷ്യൻ കുരുടനാണ്, അവരുടെ മുന്നിൽ കൂടെ നടന്നു പോകുന്ന ഒരു കുരുടൻ, തപ്പിത്തെരഞ്ഞു പോകുന്ന ആ കുരുടനായ വ്യക്തി, അവൻ എന്തുകൊണ്ട് കുരുടനായി പറഞ്ഞു? അവൻ ജന്മനാ അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ കുരുടനായിരുന്നു എന്നല്ലേ അവിടെ പറയുന്നത്. ആ കുരുടനായിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കും, അതൊരു പക്ഷെ അവൻ പാപം ചെയ്തുകൊണ്ടോ, ഇനി അവൻ ജന്മനാ ജനിച്ചപ്പോൾ തന്നെ പാപമുള്ളതുകൊണ്ടോ, കുരുടനായതോ, അവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തുകൊണ്ടോ എന്നുള്ള രീതിയിലാണ് ഇവിടെ ചോദിക്കുന്നത്. കാരണം ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ള വേറൊരു കാരണം, ഒരു വ്യക്തിയുടെ രോഗത്തിന് കാരണം അവന്റെ പാപമാണെന്ന് യഹൂദന്മാരുടെ ഒരു പൊതുവിലൊരു ചിന്തയുണ്ട്. അവരങ്ങനെ ചിന്തിക്കാറുണ്ട്. ഏതെങ്കിലും വ്യക്തിക്ക് പാപമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് വലിയ പ്രതിസന്ധികളോ രോഗങ്ങളോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് അവരുടെ പാപം നിമിത്തം. ഈ കാലഘട്ടത്തിലും അങ്ങനെ ചിന്തിക്കുന്ന ആത്മീയരും നമ്മുടെ ചുറ്റുപാടുണ്ട്. ഏതെങ്കിലും പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, അവരുടെ ജീവിതത്തിൽ വലിയ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ പാപനിമിത്തം അതൊക്കെ പറഞ്ഞ് അവർ പലതിനെയും ഓർമ്മിപ്പിക്കും. അന്ന് അത് സംഭവിച്ചില്ലേ, ഇന്ന് ഇത് സംഭവിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് നിമിത്തമാണെന്ന് വിധി എഴുതുന്നവരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് അന്ന് മാത്രമല്ല ഇന്നുമുണ്ട്. അങ്ങനെ ദേവദാസന്മാരൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ശാരീരിക വൈകല്യത്തിനും പാപം കാരണമായി തീരുന്നു എന്നും അവർ വിചാരിക്കുന്നു. അതിന്റെ കോണ്ടസ്റ്റ് നമുക്കറിയാം. ഈ കോണ്ടസ്റ്റ് നമുക്കിനിപ്പോൾ പഴയ നിമിത്തിലേക്ക് പോവുകയാണെങ്കിൽ യോബിന്റെ രോഗാവസ്ഥയിലും യോബിന്റെ സ്നേഹിതന്മാർക്കും ഇതേ മനോഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. അതായത് യോബിന്റെ പാപ നിമിത്തമാണ് യോബിന് അതെല്ലാം വന്നത് എന്നുള്ളതൊക്കെ അവന്റെ സ്നേഹിതന്മാർ അങ്ങനെ വിലയിരുത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ആത്മീയർ എന്ന് പറയുന്ന പലരും ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ ഈ അന്ധനായ മനുഷ്യന്റെ മാതാപിതാക്കളോ അല്ലെങ്കിലോ ഈ മനുഷ്യനോ ചെയ്ത എന്തോ തെറ്റുമൂലമാണ് ഈ മനുഷ്യൻ അന്ധനായി ജനിച്ചതെന്ന് ശിഷ്യന്മാരും അനുമാനിച്ചു. അവരും അങ്ങനെ തീരുമാനിച്ചു. അതുകൊണ്ട് കർത്താവിനോട് അങ്ങനെ ചോദിക്കുകയാണ്. ഇനി ശിഷ്യൻ അവരാരാണെന്ന് അവർക്കറിയണം. അതുകൊണ്ടാണ് ആരാണ് പാപം ചെയ്തതെന്ന്, അതുപോലെ ആ പാപങ്ങൾ അവൻ അന്ധതയ്ക്ക് കാരണമായോ എന്ന് അവർക്ക് അറിയണം. അതാണ് അവർ യേശുവിനോട് ഇവിടെ ചോദിക്കുന്നത്. എന്നാൽ യേശു കർത്താവിന്റെ മറുപടി അല്പം വ്യത്യസ്തമായിരുന്നു. അവർ പ്രതീക്ഷിച്ച രീതിയിലൊന്നുമല്ല. അവർ വിചാരിച്ചു യേശു കർത്താവ് ഒരാളെ പറയും, എന്നിട്ട് ആ ആളുടെ ഇന്ന പാപം കൊണ്ട് അതൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെയായിരിക്കും അവർ ചിന്തിക്കുന്നത്. കാരണം ഒരു പാർഷ്യൽ ഉത്തരം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ട്. ആ ഉത്തരത്തോടു കൂടിയായിരിക്കും അവർ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിന് യേശു, അവനെങ്കിലും അവന്റെ അപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ അത് സംഭവിച്ചതെന്നാണ് അവിടെ പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞ ഈ മറുപടിയിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു കർത്താവ് ഭൂമിയിൽ വരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ മനുഷ്യൻ ഒരു അന്ധനായി ജനിക്കുന്നു. അതായത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണ് പെട്ടെന്ന് വായിക്കുമ്പോൾ ഒരൊറ്റ വായനയിൽ നമുക്ക് തോന്നുന്ന ചിന്ത അതാണ്. ആ കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ച് അവന്റെ പരിസ്ഥിതി ശുശ്രൂഷയ്ക്ക് വരുന്ന ആ കാലത്തിന് കണക്കാക്കിയിട്ട് ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ അന്ധനായി ജനിച്ച് അവൻ വളർന്നു വരുന്നു. അതിലെ വഴിപോകയിൽ യേശു അവനെ സുഖപ്പെടുത്തുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി എല്ലാവരുടെയും മുന്നിൽ അത്ഭുതം നടന്നു എന്ന രീതിയിൽ അത് പ്രദർശിക്കപ്പെടും. അത് കാഴ്ചക്കാരെയും വായനക്കാരെയും യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ ഇടയാക്കും. അങ്ങനെയുള്ള ഒരു ചിന്തയാണ് പെട്ടെന്ന് നമുക്ക് ആ വാക്യം വായിക്കുമ്പോൾ, ആ വാക്യം മാത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ തുടർന്ന് അധ്യായത്തിന്റെ അവസാനം വരെയുള്ള വേദഭാഗങ്ങൾ പരിശോധിച്ചാൽ ആ അന്ധനായ ആ മനുഷ്യൻ ഭൗതിക കാഴ്ച നേടുന്നതിനപ്പുറമായി അവന്റെ അകത്തെ കണ്ണുകൾ
തുറക്കുന്നതും അവൻ പടിപടിയായി നിത്യതയുടെ ദൈവിക വെളിപ്പാടുകൾ പ്രാപിക്കുന്നതും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതാണ് ഇവിടെ സംഭവിക്കുന്ന യഥാർത്ഥമായ ദൈവമഹത്വം. യഥാർത്ഥമായ വെളിച്ചം അവന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നതാണ് അവിടെ നടക്കുന്ന യഥാർത്ഥ ദൈവപ്രവൃത്തി. നാം ആ നിലയിൽ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം തന്റെ മനസ്സെലവിൽ അനേകരെ വളരെ അത്ഭുതകരമായ നിലയിൽ സൗഖ്യമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ട്. അത് രോഗസൗഖ്യമാകാം, അല്ലെങ്കിൽ ഭക്ഷണമാകാം, അതുപോലെയുള്ള മറ്റേതെങ്കിലും വിടുതലുകളാകാം. അതൊക്കെ അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. എന്നാൽ സകല മനുഷ്യർക്കും മരണത്തിന് ശേഷം വെച്ചിട്ടുള്ള അന്ത്യന്യായവിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവർ നേടിയ ഭൗതിക അത്ഭുതങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നടക്കുന്ന, ഈ കുരുടന്റെ ജീവിതത്തിൽ നടന്ന സൗഖ്യവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും ഒക്കെ നമ്മെ അറിയിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് കൊണ്ടുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിയ പാപങ്ങളിൽ നിന്നുള്ള മോചനവും നിത്യജീവനുമാണെന്ന് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളത് ഓർമ്മിപ്പിക്കാറുണ്ട്, മിക്കവാറും എല്ലാ സന്ദേശങ്ങളിലും അത് ഓർപ്പിക്കാറുണ്ട്, ദേവദാസന്മാർ അത് ഓർമ്മിപ്പിക്കാറുണ്ട്, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നാം അത് ഏറ്റുപറയാറുണ്ട്. ദൈവം അത് ഏറ്റവും വലിയ അനുഗ്രഹം, നമ്മുടെ പാപങ്ങൾ ഒരു മോചനം ലഭിച്ച് നിത്യജീവൻ എന്നുള്ളൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ട്. ഇവിടെ ഈ മനുഷ്യനുണ്ടായ അന്ധത ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടാനായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന അന്ധനായ മനുഷ്യനോ അവന്റെ അമ്മയപ്പന്മാരോ ഈ അത്ഭുത സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ചക്കാരോ ഇനി അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ശിഷ്യന്മാരോ ഇവരാരും ഒരു പാപവും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പാപികളല്ല എന്ന് ഇതിനർത്ഥമില്ല. ആ ഒരു നിലയിലല്ല ഇതിനെ കാണുന്നത്. അവർക്കെല്ലാം ദൈവകൃപ പ്രാപിക്കാനുള്ള ഒരു മുഖാന്തരമായി ഇത് മാറുന്നു എന്നതാണ് ഈ അത്ഭുതത്തിന്റെ പ്രസക്തി. അവർക്കൊക്കെ അകത്തെ വെളിച്ചത്തിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഒന്ന് ഉയർന്ന് ചിന്തിപ്പാനുള്ള ഒരു മുഖാന്തരമാണ് ഈ അത്ഭുതം എന്നുള്ളത്. അതാണ് യോഹന്നാൻ അടയാളമായി പറയുന്നു എന്ന് പറയുമ്പോൾ അത് കേവലം ആ മനുഷ്യന് ലഭിച്ച അന്ധതയ്ക്കൊക്കെ ഉപരിയായിട്ട് അവിടെ നിൽക്കുന്ന കാഴ്ചക്കാർക്ക് അത് പ്രാപിക്കാനുണ്ട്. അവിടെ ചോദ്യങ്ങൾ ചോദിച്ച ശിഷ്യന്മാർക്കുണ്ട്, പാപങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ എന്നറിയുന്ന അവന്റെ മാതാപിതാക്കന്മാർക്കും ഉണ്ട്, അതുപോലെ അവനെ ചോദ്യം ചെയ്യുന്ന ആ പരീക്ഷന്മാർക്കും അവർക്കും ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാനുള്ള അതിനുമുള്ള അവസരങ്ങളുണ്ട് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. പിന്നീട് ഇവിടെ നോക്കുമ്പോൾ അവർക്കെല്ലാം ദൈവകൃപ പ്രാപിക്കാനുള്ള ഒരു മുഖാന്തരമായിട്ട് ഇത് മാറുന്നു. അവിടെയാണ് യഥാർത്ഥമായ ദൈവപ്രവൃത്തി സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ അന്ധനായി ജനിപ്പിച്ച് അവന്റെ ബാല്യവും യൗവനവും ഒക്കെ തീരുന്ന സമയത്ത് അവനെ സൗഖ്യമാക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ആ ഒരു നിലയിൽ, കാരണം നമുക്കറിയാം, ഓക്കെ, ഈ ഒരു കാരണത്തിന് വേണ്ടി, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു കാരണത്തിന് വേണ്ടി അവനെ അന്ധനായി ദൈവം ജനിപ്പിച്ചു. എന്നിട്ട് അവന്റെ ബാല്യം മുഴുവൻ, നമുക്കറിയാം, നമ്മുടെ ബാല്യത്തെ കുറിച്ചൊക്കെ നല്ല ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ കളിച്ച് നടക്കുകയും കണ്ടു ഓടുകയും പ്രകൃതിയുടെ സൗന്ദര്യങ്ങളും അതൊക്കെ കണ്ട് മുന്നോട്ട് പോകുന്ന, അതൊന്നും കാണാൻ കഴിയാതെ അവന്റെ യൗവനത്തിന്റെ ഏതോ ഒരു സമയത്ത് അവനെ സൗഖ്യമാക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി എന്നും അങ്ങനെയൊന്നും നാം ചിന്തിക്കരുത്. ഇവിടെ ഏദനിലെ പാപനിമിത്തം ലോകത്തിലെ സകല മനുഷ്യരും പാപികളായി. ഞാനത് വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാമല്ലോ. അതിലൂടെ ലോകത്തിലെ വിവിധ പ്രതിസന്ധികൾ, രോഗങ്ങൾ, പരാജയങ്ങൾ തുടങ്ങിയവ മനുഷ്യന്റെ ജീവിത സഖിയായി, മനുഷ്യനോടൊപ്പമുള്ള കാര്യങ്ങളായി മാറി. ആ ഒരു പാപനിമിത്തം തുടർന്ന് അവന്റെ ജീവിതത്തിൽ മുള്ളും പറക്കാരെയും വന്നു, കഷ്ടപ്പാടുകൾ വന്നു, രോഗങ്ങൾ വന്നു, ബലഹീനതകൾ വന്നു, അംഗവൈകല്യങ്ങൾ വന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാം അതിനോട് കൂടെ തന്നെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. കാലാകാലങ്ങളായി അനേകർ ഇതുപോലെയുള്ള അംഗവൈകല്യങ്ങളായി ജനിക്കുകയും അതിൽ തന്നെ മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം, അനേകർ അവരുടെ സഹതാപത്തോടെ നമ്മൾ അവരെ കരുതുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കുകയും ചെയ്യുമ്പോൾ അവർ അംഗവൈകല്യത്തിൽ ജനിക്കുകയും അതിൽ തന്നെ അവർ മരിക്കുകയും ചെയ്യുകയാണ്. അവരുടെ ആയുസ് മുഴുവൻ അതുകൊണ്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അതൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാനായി ദൈവം പ്രത്യേകമായി എന്തെങ്കിലും ചെയ്തിട്ടല്ല. അതെല്ലാം മനുഷ്യന്റെ പാപം കൊണ്ട് മനുഷ്യരോട് കൂടെ വന്നിട്ടുള്ളതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിൽ കാണുന്ന അസമത്വങ്ങൾ, രോഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാ അപജയങ്ങൾക്കും ഒക്കെ മനുഷ്യന്റെ പാപം തന്നെയാണ് കാരണം. ഇവിടെ അന്ധനായ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ശിഷ്യന്മാരിൽ നിന്നോ അവിടെ ഉണ്ടായിരുന്ന കാഴ്ചക്കാരിൽ നിന്നോ വ്യത്യസ്തമായി എന്തെങ്കിലും പാപം ചെയ്തിട്ടല്ല എന്ന് ഒന്നുകൂടെ പറയട്ടെ പ്രിയമുള്ളവരെ. അതായത് ചോദ്യം ചോദിക്കുന്ന ശിഷ്യന്മാർ പറയുന്നത് അവൻ അന്ധനായി, അവന്റെ പാപമുണ്ടോ, അവന്റെ മാതാപിതാക്കൾക്ക് പാപമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ശിഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അവിടെയുള്ള കാഴ്ചക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാപം ചെയ്തിട്ടല്ല ഈ മനുഷ്യൻ അന്ധനായി ജനിച്ചതെന്നാണ് യേശു കർത്താവ് ഇവിടെ അറിയിക്കുന്നത്. പ്രിയരെ, ഭൗതികമായ ശാരീരിക വൈകല്യങ്ങളോ മറ്റു പ്രതിസന്ധികളോ നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ഏതെങ്കിലും പാപനിമിത്തമാണെന്ന് വിധിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. നമുക്ക് ആർക്കും കഴിയില്ല. അത് ദൈവത്തിന്റെ ഹിതത്തിലാണ്. ദൈവമാണ് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പാപം ചില രോഗങ്ങളെ വരുത്തും, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും
നമ്മുടെ മുമ്പിൽ വരുന്ന ഏതൊരു വ്യക്തിയുടെ ശാരീരിക വൈകല്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ, അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതൊക്കെ എന്ത് തന്നെ ആയാലും അതിനെയൊക്കെ അവരുടെ ഏതെങ്കിലും പാപം നിമിത്തമാണെന്ന് പറയുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല, അതിനുള്ള അർഹതയില്ല എന്നുള്ളത് ആ സത്യമാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി അന്ധനായിരിക്കുന്ന ആ മനുഷ്യന്റെ ജീവിതത്തിൽ നടന്ന ഈ അത്ഭുത പ്രവൃത്തിയോടൊപ്പം അവനിലുണ്ടായ ആത്മീയ അന്ധതയും മാറുന്നത് നമുക്ക് കാണാം. നമുക്ക് ആ ഭാഗങ്ങളോട് ഒന്ന് പരിശോധിച്ചു പോകാം. സാധാരണ രോഗികളായി തന്റെ അടുക്കൽ വരുന്നവരെ കൈവച്ച് അല്ലെങ്കിൽ കൽപ്പനയാലൊക്കെയാണ് യേശു കർത്താവ് സൗഖ്യമാക്കുന്നത്. നമുക്കറിയാം, വളരെ ദൂരെ ഇരിക്കുന്ന ആ ഒരു പള്ളിപ്രമാണിയുടെ മകളെ സൗഖ്യമാക്കുന്നത് എത്രയോ ദൂരെ നിന്നുള്ള ഒരു വാക്ക്, നീ ചിലപ്പോൾ സൗഖ്യമാകുന്നുള്ള ആ ഒരൊറ്റ വാക്കുകൊണ്ട് അവിടെ സൗഖ്യമാകുന്നു. ചിലരെയൊക്കെ കൈവച്ച് സൗഖ്യമാകുന്ന കാണുന്നുണ്ട്, ചിലരോട് ഒരു കൽപ്പനയിൽ അത് ആ സൗഖ്യമാകുന്നു. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല ഈ വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കിയത് എന്ന് ഈ വേദഭാഗത്ത് നമുക്ക് കാണുന്നുണ്ട്. അതിന്റെ 6ഉം 7ഉം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ഷിലോഹം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ഷിലോഹം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. യേശു കർത്താവ് പറഞ്ഞത് പൂർണ്ണമായും അവൻ അനുസരിച്ചു. അവന്റെ മേൽ ആദ്യം കർത്താവ് കുറെ പ്രവൃത്തി ചെയ്ത് നിലത്ത് തുപ്പി ആ തുപ്പൽ കൊണ്ടൊരു ചേറുണ്ടാക്കി ആ ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, എന്നിട്ട് അവനോട് പറഞ്ഞു പോയി കഴുകാൻ പറഞ്ഞു. അവൻ നേരെ അത് പൂർണ്ണമായിട്ട് അവൻ അനുസരിച്ച് ഷിലോഹം കുളത്തിൽ പോയി അവന്റെ കണ്ണ് കഴുകി. ആ കഴുകിയ നിമിഷത്തിൽ അവൻ സൗഖ്യം പ്രാപിച്ചു, കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അവൻ മടങ്ങി വന്നു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഈ അത്ഭുത സൗഖ്യത്തിന് അല്പസമയം എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നതുപോലെ കൈ തൊട്ട് അവനെ സൗഖ്യമാക്കുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ സൗഖ്യമാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി വാർത്തകൾ നമ്മുടെയൊക്കെ പല ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥനയുടെ ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെയുള്ള അത്ഭുത സൗഖ്യങ്ങളൊക്കെ നമുക്കും പ്രാപിപ്പാൻ ദൈവം ഇടവരുത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ ഈ അത്ഭുത സൗഖ്യത്തിന് അല്പസമയം എടുത്തെങ്കിലും അത് അവന്റെ ആത്മീയ കാഴ്ചകളെ കൂടി തുറക്കാനുള്ള ഒരു ആരംഭമായിരുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. സാധാരണ നടക്കുന്നത് പോലെ കൈവച്ചോ കൽപ്പനയാലോ അവന് സൗഖ്യം വന്നിരുന്നുവെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ച അനേകരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സൗഖ്യമാണ് അവന് വന്നെങ്കിൽ അവൻ ആ നിമിഷം തന്നെ ആദ്യമായി തന്നെ അവന് കർത്താവിനെ കാണുകയും നന്ദി പറയാനൊക്കെ സാധിക്കുമായിരുന്നു. വളരെ മനോഹരമായ ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ചില കുഞ്ഞുങ്ങളുടെ ഒക്കെ കണ്ണ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യ സൈറ്റിൽ അവരുടെ മുഖത്തിൽ പടരുന്ന ചിരിയെ കുറിച്ചൊക്കെ നമ്മൾ കാണുകയും അങ്ങനെയുള്ള ചില വീഡിയോകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ആദ്യമായി കണ്ണു തുറക്കുമ്പോൾ ആദ്യമായി കർത്താവിനെ കാണാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടിയെന്നൊക്കെ വേണമെങ്കിൽ അവന് പറയാമായിരുന്നു. എന്നാൽ അതിനൊന്നും ഇടവരാതെ അല്ലെങ്കിൽ അവൻ മടങ്ങി വന്നപ്പോൾ സൗഖ്യമാക്കിയ യേശുവിനെ അവിടെ കാണാൻ അവന് കഴിഞ്ഞില്ല. അതേസമയം അവൻ പ്രാപിച്ച സൗഖ്യത്തെ കൗതുകത്തോടും അസൂയോടും ഒക്കെ ചോദിക്കുന്ന ചിലരെ കാണാൻ കഴിയുന്നുണ്ട്. അവന്റെ ചുറ്റും ചിലർ കൂടി അതുവരെ അന്ധനായിരുന്ന ഒരു വ്യക്തി സൗഖ്യമായി, അവൻ സൗഖ്യമായി എന്ന് കാണുമ്പോൾ അവന്റെ അടുക്കൽ വന്ന് കൗതുകത്തോടെ, അതേസമയം അസൂയയോട്, അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ചോദ്യം ചെയ്യുന്ന അവരെ കാണുന്നുണ്ട്. അതിനുത്തരമായി അവൻ പറഞ്ഞത്, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ഷിലോഹം കളത്തിൽ ചെന്ന് കഴുകുക എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് പറഞ്ഞു. അവനോട് ചോദിക്കുന്നവരോടൊക്കെ അവൻ അത് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. അതിൽ കൂടുതൽ യേശുവിനെ കുറിച്ച് അവൻ അറിയില്ലായിരുന്നു. തുടർന്ന് അവരുടെ ഇടയിൽ അത്ഭുതകരമായി ദൈവീയ പ്രവർത്തികളെ ചൊല്ലിയും ശബത്തിനെ ചൊല്ലിയും ചില വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും അതിനോട് ചേർന്ന് അവർക്കിടയിൽ ഒരു ഭിന്നതയും ഉണ്ടായി. അവിടെ കൂടിയിരുന്ന കാഴ്ചക്കാർ പറഞ്ഞു കേട്ട് അല്ലെങ്കിൽ പറയുന്ന കേട്ട് അങ്ങനെ കുറച്ച് അതിന്റെ മതപ്രമാണികളും അല്ലെങ്കിൽ പരീക്ഷന്മാരും അങ്ങനെയുള്ളവരൊക്കെ അവിടെ കടന്നു വന്ന് അവർ തമ്മിൽ ഒരു തർക്കവും ഒരു ഭിന്നതയും അവിടെ ഉണ്ടായി എന്ന് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ശബത്തിനെ ബഹുമാനിക്കാതെ ചെയ്ത ഈ അത്ഭുതം ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് അവർ വാദിച്ചു. കാരണം യഹൂദന്മാരുടെ ഒരു പ്രധാന ആചാരമാണല്ലോ ശബത്ത് എന്നുള്ളത്. അന്നേരം ആ ശബത്തിനെ ബഹുമാനിക്കാതെ കർത്താവ് യേശു ക്രിസ്തു സൗഖ്യമാക്കിയ പല സന്ദർഭങ്ങളിലൊക്കെ ശബത്തിൽ സൗഖ്യമാക്കിയ സന്ദർഭങ്ങളിലൊക്കെ അവർ കർത്താവിനെ എതിർക്കുകയും അതിനെതിരെ നിലകൊള്ളുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. എന്നാൽ ഈ അന്ധനായ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും നാൾ ഭക്തിയോടെ തന്നെ അവൻ ശബത്ത് ചിലപ്പോൾ ആചരിച്ചിരിക്കാം. അങ്ങനെ ഭക്തിയോടെ തന്നെ ശബത്ത് അല്ലെങ്കിൽ ശബത്ത് തുടങ്ങിയ ആ ആചാരങ്ങളൊക്കെ ആചരിച്ച തനിക്ക് ശബത്ത് നാളിൽ തന്നെ ഒരു വന്നു ചേർന്ന ഈ ഭാഗ്യത്തെ അല്ലെങ്കിൽ തന്റെ ശബത്ത് നാളിൽ തന്നെ അവന്റെ ജീവിതത്തിൽ വന്നു ചേർന്ന ആ ഭാഗ്യം ദൈവത്തിൽ നിന്ന് തന്നെയാണെന്ന് അവൻ മനസ്സിലാക്കി. അവൻ അത് കരുതി. അവൻ ആ ഒരു ശബത്ത് നാളിനെ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ ആ ദിവസം തന്നെ അവന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അനുഗ്രഹം വന്നു എന്നത് അവന് വലിയ സന്തോഷമായിരുന്നു. അത് ദൈവത്തിൽ നിന്ന് തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചു. എന്നാൽ തന്നെ സൗഖ്യമാക്കിയത് അതുകൊണ്ട് അല്ലെങ്കിൽ ആ ശബത്ത് നാളിൽ വന്ന അനുഗ്രഹത്തിൽ മറ്റുള്ളവരൊക്കെ യേശുവിനെ കുറ്റപ്പെടുത്തിയപ്പോൾ അവൻ ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ ഈ അന്ധനായ വ്യക്തി പറയാണ് തന്നെ സൗഖ്യമാക്കിയത് ദൈവത്തിന്റെ പ്രവാചകൻ തന്നെയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാവരോടും അത് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ അവന്റെ മാതാപിതാക്കളെ നോക്കുമ്പോൾ അവർ
യഹൂദന്മാരെ ഭയന്ന്, അല്ലെങ്കിൽ യഹൂദന്മാർ അവരെ ചോദ്യം ചെയ്യുന്നുള്ളത്. കാരണം ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ എതിർക്കുന്നവർ ഒത്തിരി ഉണ്ട്. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികൾ പലർക്കും അറിവുള്ളതാണ്. അങ്ങനെ യഹൂദന്മാരെ ഭയന്ന് അവന്റെ അമ്മയപ്പന്മാരും ഈ സൗഖ്യത്തെ എങ്ങും തൊടാതെയുള്ള മറുപടികളിൽ ഒതുക്കി നിർത്തുന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അവൻ പ്രായമുണ്ടല്ലോ, അവനോട് പോയി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നത് കാണാറുണ്ട്. എങ്ങും തൊടാതെ, അവർക്ക് പ്രയാസമൊന്നുമില്ലാത്ത രീതിയിൽ അവർ ഭയപ്പെട്ട് അങ്ങനെ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരും ഇത് സംഭവിച്ചത് ദൈവത്തിൽ നിന്നാണെന്നും, അതുപോലെ കൂടാതെ തങ്ങൾ ഇപ്പോഴും ആത്മീയ കാഴ്ച പ്രാപിക്കാത്ത അന്തർ തന്നെയാണെന്നുള്ള ആ കാര്യം അവർ മനസ്സിലാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അവർ ഗ്രഹിച്ചിരുന്നില്ല. അവർക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഇതൊരു ആത്മീയ വെളിച്ചത്തിലേക്കാണ്, ഒരു ഭൗതിക കാഴ്ചയ്ക്ക് അപ്പുറത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിത്യതയിലേക്കുള്ള കാഴ്ച നൽകുന്ന ഒരു ആത്മീയ വെളിച്ചമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെയാണ് യോഹന്നാൻ ഇവിടെ കൂടുതലായിട്ട് എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അവന്റെ മാതാപിതാക്കൾ എങ്ങും തൊടാതെ മറുപടി പറഞ്ഞ് അവർ രക്ഷപ്പെടുമ്പോൾ ഇത് സംഭവിച്ചത് ദൈവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ദൈവമാണ് ആ അത്ഭുതം ചെയ്തതെന്നും, അതുപോലെ അവർ ഇപ്പോഴും എങ്ങും തൊടാതെയുള്ള മറുപടി പറയുമ്പോൾ അവർ ഇപ്പോഴും ആത്മീയ കാഴ്ച പ്രാപിക്കാത്ത അന്തർ തന്നെയാണെന്നുള്ള ആ കാര്യം അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഇവിടെ അന്ധനായ വ്യക്തി തന്നെ സൗഖ്യമാക്കിയത് ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനായിരിക്കുമെന്ന് ചിന്തിച്ചെങ്കിലും അവനെ ചോദ്യം ചെയ്ത മതപ്രമാണികളോ അവന്റെ കൂടെ നിൽക്കേണ്ടിയിരുന്ന അവന്റെ മാതാപിതാക്കളോ അത് മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് ഈ വേദഭാഗത്ത്, അല്ലെങ്കിൽ ഈ ഭാഗത്തെ ഒരു അവരുടെ ഒരു ദുരന്തം എന്ന് തന്നെയാണ് ഞാൻ അങ്ങനെ പറയാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു കുറവെന്ന് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ ഈ അന്ധനായ മനുഷ്യൻ തന്നെ സൗഖ്യമാക്കിയത് ഒരു പ്രവാചകൻ എന്ന് വിചാരിച്ച് അതിനെ ഘോഷിച്ചു നടന്നു. അവൻ എല്ലാവരോടും അത് പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടി, എന്നെ കാഴ്ച തന്നത് ഒരു പ്രവാചകനാണ്, ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് ആ ഘോഷിച്ചു നടന്ന ആ മനുഷ്യനെ പരീശന്മാർ വിളിച്ച് കർശനമായി ശാസിക്കുന്നത് കാണുന്നുണ്ട്. അവൻ എല്ലാവരോടും പറഞ്ഞു. കാരണം യേശുക്രിസ്തുവിന് പ്രശസ്തി ഉണ്ടാകുന്നത്, യേശുക്രിസ്തുവിനാൽ എന്തെങ്കിലും സംഭവിക്കുന്നത് അവർക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അവനെ എപ്പോഴും ഒതുക്കുവാൻ, അവനില്ലായ്മയായി തീരുവാനൊക്കെയാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് പരീശന്മാർ ആ മനുഷ്യനെ, സൗഖ്യമായ മനുഷ്യനെ കർശനമായി ശാസിച്ചു. അവനെ സൗഖ്യമാക്കിയ യേശു ഒരു പാപിയാണെന്നും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും അവർ ആവശ്യപ്പെട്ടു. അവനോട് പറയുകയാണ്, നോക്കുക, ഞാൻ മുമ്പ് പറഞ്ഞു, നോക്കുക, അവർ ശബത്തിൽ ദൈവം അവനെ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള കൽപ്പന ആചരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്ന അവനെ ദൈവം സൗഖ്യമാക്കിയപ്പോൾ ശബത്തിൽ കിട്ടിയ സൗഖ്യം അത് ദൈവത്തിൽ നിന്ന് തന്നെയാണെന്ന് വലിയ ആഗ്രഹത്തോടും ഉത്സാഹത്തോടും ഒക്കെ പറഞ്ഞു നടന്ന ആ മനുഷ്യർ പറയാണ്, നിന്നെ സൗഖ്യമാക്കിയവൻ ഒരു പാപിയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടി അവർ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈ അന്ധനായ മനുഷ്യൻ തന്റെ പരിമിതമായ അറിവ് വെച്ച് അവന്റെ ആരോപണങ്ങളിൽ നിന്ന് യേശുവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ കൂടുതലൊന്നും അറിയത്തില്ല. അതിനായി അവന് പറയാനുള്ളത് അവന്റെ സൗഖ്യം മാത്രമാണ്. അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ, 9-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്ന് അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഒരു വലിയ ബലമായിട്ടുള്ള ഒരു വാദമൊന്നും അല്ല. അവൻ പറയുന്നത് തന്റെ പരിമിതമായ അറിവ് വെച്ച് പറയുകയാണ്, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു. അതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. തുടർന്ന് നടക്കുന്ന വാദപ്രതിവാദങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുമ്പോൾ അവർ ആത്മീയമായി എത്രമാത്രം വെളിച്ചമില്ലാത്തവരായിരുന്നു എന്നുള്ളത് ഈ പരീക്ഷന്മാരൊക്കെ, അല്ലെങ്കിൽ ആ വെളിച്ചമില്ലാത്തവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വേദഭാഗം മുഴുവനായിട്ട് ഓടിച്ചു വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 26 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കൊന്ന് ഞാൻ അതിന് മുഴുവനായി കഥ, അല്ലെങ്കിൽ അതിനെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ചിട്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ 26 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അവർ അവനോട്, അവൻ നിനക്ക് എന്തു ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പ്രിയപ്പെട്ടവരെ, നോക്കുക, ആ മനുഷ്യന്റെ കണ്ണ് തുറന്ന് പറയുമ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്നൊരു പ്രകാശം അവനുള്ളിലേക്ക് വ്യാപരിക്കുകയാണ്. യേശു ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ അവന്റെ പുറത്തെ കണ്ണ് മാത്രമല്ല ദൈവം അവിടെ തുറന്നിരിക്കുന്നത്, അവൻ പടിപടിയായി ആ അറിവുകളിലേക്ക് വരുന്നതാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതിനെ പറയാണ്, ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകത്തിൽ ഉണ്ടായത് മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിച്ചു
ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. നോക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ഈ മെസ്സേജിന്റെ ആരംഭത്തിൽ നമ്മൾ പറഞ്ഞത് ഓർക്കുക. അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇവനാണോ, ഇവന്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ലാസ്റ്റ് പറയുമ്പോൾ അവന്റെ അമ്മയപ്പന്മാരോ അവനോ അല്ല പാപം ചെയ്തത് നിമിത്തമല്ല എന്ന് പറഞ്ഞ് കർത്താവ് കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കുന്നതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇവിടെ പറയാണ്, ഈ പരീക്ഷന്മാർ അവസാനം ഇവനെ എഴുതി എഴുതുകയാണ്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കി കളഞ്ഞ ആ നിമിഷത്തിലാണ് കർത്താവ് പിന്നെ അവന്റെ അടുക്കിലേക്ക് വരുന്ന തുടർന്ന് നമുക്ക് കാണുന്നത്. ഇവിടെ തനിക്ക് സൗഖ്യം വരുവാൻ കാരണമായ യേശുവിനെ കുറിച്ച് അധികമൊന്നും പുറത്താക്കപ്പെട്ട ആ വ്യക്തിക്ക് അറിയില്ലെങ്കിലും യേശു കർത്താവ് തന്നെ അവന്റെ അടുക്കലെത്തി അവനെ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുന്നത് തുടർന്ന് കാണാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആദ്യത്തെ ഈ ഇപ്പൊ വായിച്ചു കേട്ട വേദഭാഗത്തിൽ ആദ്യ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവൻ യേശു എനിക്ക് സൗഖ്യം വന്നതുകൊണ്ട് യേശു എന്ന് പ്രവാചകനൊക്കെ പറയുമ്പോൾ പിന്നെ അവൻ തുടർന്ന പ്രകാരം അവൻ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരാത്തവനല്ലാതെ ആർക്കും അത് കഴിയില്ല എന്നുള്ളതൊക്കെ ചിന്തിക്കുമ്പോൾ അവന്റെ വെളിച്ചപ്പാട് അല്ലെങ്കിൽ അവന്റെ വെളിപ്പാടുകൾ വർദ്ധിക്കുകയാണ്, പുതിയ അറിവുകൾ വരികയാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന ഒരുവന്റെ ശക്തി എന്തായിരിക്കും, ദൈവത്തിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ വിശദീകരിക്കുന്നത് മുമ്പ് വായിച്ചു കേട്ടല്ലോ. ഇവിടെ കർത്താവ് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുന്നുണ്ട്. അതിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവനെ പുറത്താക്കി യേശു കേട്ടു, അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, യജമാനനെ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. തുടർന്ന് യേശു കർത്താവ് പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇത്രയും കാര്യങ്ങൾ, ആത്മീയ അന്ധത യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ആ മനുഷ്യന്റെ ആത്മീയ അന്ധതയും മാറി എന്നുള്ള ആ ഒരു കാര്യമാണ് കർത്താവോട് വെളിപ്പെടുത്തുന്നത്. അതാണ് ഈ വേദഭാഗത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നീട് യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി യഥാർത്ഥത്തിൽ ആരാണ് ആത്മീയ അന്ധന്മാർ എന്നുള്ള കാര്യം കൂടെ കർത്താവോട് ചേർത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും വിധി എഴുതി, കണ്ണു കാണാത്ത വ്യക്തി, അവൻ അന്ധനാണ്, കുരുടനാണ്, അവനെ അവഹേളിച്ചു, അവന്റെ പാപനിമിത്തം അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളുടെ പാപനിമിത്തം എന്നൊക്കെ പറഞ്ഞ് അവനെ മാറ്റി നിർത്തിയെടുത്തപ്പോൾ യഥാർത്ഥത്തിൽ അന്ധത ആരുടെ ഉള്ളിലാണ്, ആരുടെ കണ്ണിലാണ് എന്നുള്ളത് കർത്താവ് പറയുന്നുണ്ട്. അതിന്റെ 39-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കാൻ ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണുന്നവർ അല്ലെങ്കിൽ ഈ വേദഭാഗത്ത് കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും എന്നുള്ളത് ഒരു വല്ലാത്തൊരു പ്രസ്താവനയാണ്. നമ്മൾ കുറച്ചൊരു പരസ്പര വിരുദ്ധമായ ഒരു പ്രസ്താവന പോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാധാരണഗതിയിൽ കാണാത്തവർ കാണുവാൻ ഒരു ചാൻസ് ഉണ്ട്, കാണുന്നവർ പിന്നെയും കണ്ടുകൊണ്ടിരിക്കാനാണ് ചാൻസ്. എന്നാൽ കർത്താവോട് പറയുന്നു, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും എന്നുള്ള നിലയിലാണ് പറയുന്നത്. അങ്ങനെ ഒരു ന്യായവിധിയെ കുറിച്ചാണ് കർത്താവോട് പറയുന്നത്. തങ്ങൾക്ക് ആത്മീയ കാഴ്ചയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവർക്ക് യേശു കർത്താവ് കാഴ്ച നൽകുമെന്നുള്ള ഉറപ്പ് വേദഭാഗത്ത് കാണുന്നു. ആരെങ്കിലും എനിക്ക് കാഴ്ചയില്ല എന്ന് ഉള്ളത്തിൽ സമർപ്പിച്ച് ഉള്ളത്തിൽ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് കർത്താവ് കാഴ്ച നൽകും. അതാണ് ഈ വാക്യത്തിലൂടെ കർത്താവ് കൺവേ ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ കാഴ്ചകൾക്ക് പരിമിതികൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ദൈവീയ ദർശനങ്ങൾക്ക്, അതിന് കാഴ്ചകൾക്ക് പരിമിതി ഉണ്ടെന്നുള്ള കാര്യം തിരുവചനത്തിലൂടെയൊക്കെ നാം ഗ്രഹിക്കുമ്പോൾ, കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് അത് സമ്മതിക്കുമ്പോൾ, അത് കാണാത്തവർ കാണുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക്, അങ്ങനെ ഒരു നല്ല ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് കർത്താവ് നയിക്കുമെന്ന് ആ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മുടെ കാഴ്ചകളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ, അല്ലെങ്കിൽ കാണുന്നു എന്നുള്ള ഭാവത്തിൽ നടക്കുകയും ദൈവത്തിൽ നിന്ന് അകന്നൊക്കെയാണ് പോകുന്നതെങ്കിൽ അവരോട് പറയുന്നത്, കാണുന്നവർ കുരുടരാകുവാനുമുള്ള ന്യായവിധിയാണ് അവരുടെ മേൽ വെച്ചിരിക്കുന്നത് എന്നുള്ള ആ കാര്യമാണ് അവിടെ പറയുന്നത്. ഇവിടെ ആത്മീയ കാഴ്ച കൊണ്ട് അഭിനയിക്കുന്നവരുടെ പാപക്ഷമ അല്ലെങ്കിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് കർത്താവ് പറയുന്നത്. അവർ അന്ധരായി തന്നെ തുടർന്നുകൊണ്ട്, അതായത് സത്യ വെളിച്ചത്തിൽ നിന്നും അന്യപ്പെട്ടവരായി തുടർന്നുകൊണ്ട് നിത്യനാശത്തിലേക്ക് പോകുന്നതാണ് കർത്താവ് അവരെ അറിയിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വരുവാനുള്ള ന്യായവിധി എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ കാഴ്ച പ്രാപിക്കാത്തവർ. ഇവിടെ കുരുടനെന്ന് അവന്റെ പാപം നിമിത്തോ അവന്റെ അമ്മയപ്പന്മാരുടെ പാപം നിമിത്തോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നെങ്കിലും നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാപവും അവനില്ല. പക്ഷേ അവന്റെ ഉള്ളിൽ കൊടുക്കാൻ പോകുന്ന കാഴ്ച അത് നിങ്ങൾ പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങളും ന്യായവിധിയിലേക്ക് പോകുമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ അധ്യായത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട്, തന്റെ കാഴ്ചക്കാരോട്, കേൾവിക്കാരോട്, ഇന്ന് ആ സുവിശേഷം വായിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും, ഇന്ന് രാത്രിയിൽ എന്നെ ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും കർത്താവിനും പരിശുദ്ധാത്മാവിനും പറയാനുള്ളത്, ഇങ്ങനെ ഒരു ന്യായവിധി അല്ലെങ്കിൽ കർത്താവ് നടത്താൻ പോകുന്ന ന്യായവിധി എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇവിടെ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന പ്രസ്താവനയിലൂടെ യേശു ക്രിസ്തു എല്ലാ ജീവന്റെയും വെളിച്ചത്തിലൂടെ, അല്ലെങ്കിൽ വെളിച്ചത്തിന്, അല്ലെങ്കിൽ എല്ലാ ജീവന്റെയും ആ വെളിച്ചത്തിന്റെയും ഉറവിടമായ ദൈവം എന്ന നിലയിൽ
ഭാഷയിൽ തന്റെ വ്യക്തിത്വത്തെ കൂടി വെളിപ്പെടുത്തുകയാണ്. എല്ലാ ജീവന്റെയും, അതായത് നിത്യജീവന്റെയും വെളിച്ചത്തിന്റെയും അല്ലെങ്കിൽ മാർഗദർശനങ്ങളുടെയും ഒക്കെ ഒരു ഒരു ദൈവം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഉറവിടമായ ദൈവം എന്ന നിലയിൽ തന്നെ വെളിപ്പെടുത്തുകയാണ്. പ്രിയരെ, ഓർക്കുക, യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ഈ വെളിച്ചം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന യഥാർത്ഥമായ ജീവന്റെ വെളിച്ചമാണ്. ആ ജീവന്റെ വെളിച്ചത്തിലാണ് നാം നടക്കേണ്ടത്. അതിന്റെ ആ കാഴ്ചപ്പാടുകൾ ഓരോ ദിവസവും ഈ അന്ധനായ വ്യക്തി, അവന്റെ തുടക്കത്തിൽ ഭൗതികമായ കണ്ണുകൾ കാഴ്ച ഇല്ലായിരുന്നു, അവൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ യേശുവിനെ കണ്ടില്ലെങ്കിലും, അവൻ യേശുവിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും, അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് കുറേശ്ശെ അവൻ പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ന്യായപ്രമാണങ്ങൾ, ദൈവവചനങ്ങൾക്ക് അടിസ്ഥാനമാക്കി അവൻ തന്നെ അതിനെ ഡിഫൈൻ ചെയ്തു. ദൈവത്തിൽ നിന്ന് വരുന്ന ഒരുവനല്ലാതെ എന്നെ സൗഖ്യമാക്കാൻ കഴിയുകയില്ല. അവൻ പുതിയ വെളിപ്പാടിലേക്ക് വന്നു. അവരെല്ലാവരും അവനെ തള്ളിക്കളഞ്ഞു. എങ്കിലും ആ വെളിച്ചത്തെ ആഗ്രഹിച്ച അവന്റെ ഇടയ്ക്കിലേക്ക് കർത്താവ് വന്ന് അവന്റെ ഉള്ളിൽ ആ വെളിച്ചം നിറച്ച ഒരു ചരിത്രമാണ് ഇവിടെ കാണുന്നത്. അതൊരു യഥാർത്ഥമായ ജീവന്റെ വെളിച്ചമാണ് അവന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ആ വെളിച്ചം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കാണണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അത് ഉണ്ടാകണമെന്നും അത് വളർന്നു വരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ കാഴ്ചയും ഭൗതിക വെളിച്ചവും ആവശ്യമായതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിനും പാപത്തിനെതിരെയും യേശു ആവശ്യമാണെന്നാണ് ഇന്നത്തെ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, നമ്മെ അതാണ് പ്രബോധിപ്പിക്കുന്നത്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ യേശു കർത്താവ് മനുഷ്യനിൽ ന്യായവിധി വരാനുള്ളതിന്റെ കാരണമായി പറയുന്ന ഒരു വേദഭാഗം കൂടി യോഹന്നാനിൽ നിന്ന് വായിച്ചിട്ട് ഞാനിത് അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: അവരിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചത് തന്നെ. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുന്ന മാർഗനിർദ്ദേശങ്ങളെ കൃത്യമായി കാണാനും അനുസരിക്കുവാനും കൃപ നൽകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ കേട്ട ദൈവവചന സന്ദേശങ്ങൾ അല്ലെങ്കിൽ ദൈവവചനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ആമേൻ.